നിങ്ങൾക്ക് ഐഫോണും മൈക്കൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടിട്ട് പറയാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഞങ്ങളുടെ അവസ്ഥ അതല്ല. കഴിഞ്ഞ ദിവസം എന്റെ ഒരു കസ്റ്റമർ എനിക്ക് അയച്ച മെസ്സേജിന്റെ വരികളാണിത്. സത്യത്തിൽ ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയും ഒപ്പം സങ്കടമാണ് വന്നത്. കാരണം ഇപ്പൊ ഈ കാണുന്ന ഐഫോണോ മൈക്കോ ആയിരിക്കും ഒരു പക്ഷെ അവർ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇതിനു മുമ്പേ വീഡിയോ ചെയ്തൊരു ഞാനുണ്ടായിരുന്നു, ഒന്നും ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയൊരു ഞാൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെഫീന. ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. താരതമ്യേന വ്യൂസ് കുറവായിരിക്കാം, കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, അത് കണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, സ്മാൾ ബിസിനസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് വലിയ വില കൂടിയ ഗാഡ്ജറ്റ്സുകളോ മൈക്കോ, അതായത് എല്ലാം പ്രൊഫഷണൽ രീതിയിൽ കിട്ടിയിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഒരു പക്ഷേ ഈ ആഗ്രഹം മാത്രമേ കാണുള്ളൂ. ഇത് നീണ്ടു പോത്തേ ഉള്ളൂ. ഞാനിപ്പോ ഈ പറയാൻ വേണ്ടിയിട്ട് നീ വലിയ കണ്ടന്റ് ക്രിയേറ്റർ ആണോ, വലിയ ബിസിനസ് വുമൺ ആണോ എന്ന് വെച്ചാൽ ഒരിക്കലല്ല. ഞാൻ ഈ പറയുന്ന എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഇപ്പം സക്സസ് ആയി നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഭൂരിഭാഗം ആൾക്കാരും വന്നത് ഇതുപോലെ ആദ്യം സ്ട്രഗിൾ ഒക്കെ ചെയ്തിട്ട് നമുക്കുള്ള ഗാഡ്ജറ്റ്സ് വെച്ചിട്ടൊക്കെ തുടങ്ങിയവരായിരിക്കും ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും. ഇപ്പൊ അവരുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, കൊറോണയുടെ ടൈമിലാണ് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് മുമ്പേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. കാരണം ഞാൻ അത്ര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. എന്റെ പരിചയത്തിലുള്ള അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നിടത്ത് മാത്രം ഞാൻ നന്നായിട്ട് സംസാരിക്കും, അല്ലാത്തടത്ത് ഞാൻ വലുതായിട്ട് സംസാരിക്കാനോ ക്യാമറയ്ക്ക് മുമ്പിൽ ഒട്ടും പോസ് ചെയ്യാൻ അറിയാത്ത, ഇപ്പോഴും സ്റ്റിൽ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ വേണ്ടിയിട്ട്. അത്രയും ഉൾവലിഞ്ഞ ഒരു ടൈപ്പ് ആയിരുന്നു ഞാൻ. കൊറോണ ടൈമിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടിട്ട് എന്റെ ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ കിടക്കല്ലേ, എന്തുകൊണ്ടിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, എന്നിട്ട് ഞാൻ ഫേസ് ഒന്നും റിവീൽ ചെയ്യാണ്ട് വീഡിയോ എടുക്കാം. എങ്ങനെങ്കിലും ഒന്ന് വീഡിയോ എടുത്തിട്ട് എനിക്കൊന്ന് സംസാരിച്ചാൽ മതി. ഫസ്റ്റ് വീഡിയോ ഞാൻ രണ്ടും കൽപ്പിച്ച് ഫസ്റ്റ് വീഡിയോ ഇട്ടു. ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലൈറ്റ് ഇല്ല, മൈക്കില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ഇല്ല. കുക്കിംഗ് വീഡിയോസ് ഒക്കെയാണ് ആദ്യം ചെയ്തത്. നല്ല പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ലൈറ്റോ മൈക്കോ ഒന്നും ഇല്ല, ഒരു ഫെസിലിറ്റി എനിക്കില്ല. എന്റെ കയ്യിലിരിക്കുന്നത് GB കുറഞ്ഞിട്ടുള്ള ഒരു ഓപ്പോയുടെ ഒരു പഴയ സെറ്റ് ആയിരുന്നു. അതിൽ മൊത്തം പൊട്ടിപ്പാളി സൈഡിലുള്ള ഒരു ഫോൺ. അതിനകത്ത് വീഡിയോ എടുത്തത് എന്നെ വലിയ കഷ്ടപ്പെട്ടിട്ടാണ്. ഒരു ട്രൈപോഡ് പോലും ഇല്ല. ആദ്യത്തെ കുറെ വീഡിയോസിൽ ട്രൈപോഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറെ ഷേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കയ്യിൽ ഞാൻ ഫോൺ പിടിക്കും, ഒരു കയ്യിൽ കൊണ്ട് വീഡിയോ എടുക്കും. എങ്ങനെങ്കിലുമൊക്കെ ഞാൻ ഒപ്പിച്ച് അങ്ങനെ കുറെ വീഡിയോസ് ഇട്ടു. ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ, എനിക്കിത് ഒരു ആളത്ത് പറഞ്ഞു തന്നാൽ അത് മനസ്സിലാവത്തില്ല. കാരണം അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ട് തുടങ്ങി. പക്ഷെ ഓരോ വീഡിയോ ഇടുമ്പോഴും ഓരോ വീഡിയോസ് ഒക്കെ ഇതിനകത്തുനിന്ന് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത്, പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, എനിക്ക് ആഗ്രഹത്തിന്റെ പുറത്ത് ഞാനങ്ങ് ചെയ്യുന്നു. ആദ്യത്തെ വീഡിയോസിനൊക്കെ താരതമ്യേന വ്യൂസ് കുറവായിരുന്നു. പക്ഷെ ഞാൻ റീച്ചോ പേയ്മെന്റോ ഒന്നും നോക്കിയില്ല. എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഞാൻ ആ ഒരു ടൈമിൽ നോക്കിയിട്ടുള്ളായിരുന്നു. കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഞാൻ തന്നെ എന്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് അതൊരു കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത്രയും വലുതായിരുന്നു. ആ ടൈമിലൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം ആ ടൈമിൽ വൈഫൈ കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ മൊബൈൽ ഡേറ്റ വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നല്ല ടൈം എടുക്കും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പെരയുടെ മുകളിലൊക്കെ പോയി നിന്ന് കുറെ ടൈം ഇങ്ങനെ നിൽക്കും, എങ്ങനെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്ത് കാര്യത്തിനായെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല പാത്രങ്ങളൊന്നും ഇല്ലാത്ത ടൈമിൽ, ആദ്യം കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്ത ടൈമിൽ എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, ഈ പാത്രങ്ങളൊക്കെ നല്ലത് വാങ്ങിച്ചിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത്, അതായത് അടുക്കളയിലൊക്കെ പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ലാണ്ട് വല്ലാണ്ടൊക്കെ കിടക്കി ഒന്ന് സെറ്റപ്പ് ചെയ്ത് ക്വാളിറ്റി ഒക്കെ കൂട്ടിയിട്ട് വീഡിയോസ് ചെയ്താൽ പോരെ എന്നൊക്കെ കുറെ പേര് ഇങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്നും എന്റെ അടുത്ത് ഡയറക്റ്റ് ഒന്നും ചോദിക്കത്തില്ല, ചിലവർക്ക് പേടിയായിരിക്കുമല്ലോ ഡയറക്റ്റ് ഒന്ന് ചോദിക്കാനെങ്കിലും 2-4 പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് നല്ല ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തുകൂടെ, നല്ല പാത്രങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചു വെച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. ആ ടൈമിൽ എനിക്ക് ചിരിയാ വരുന്നത്. കാരണം ഇതൊന്നും ഞാൻ നോക്കുന്നില്ല. കാരണം കുറെ പാത്രങ്ങൾക്ക് പൈസ കളഞ്ഞിട്ട് അങ്ങനൊന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ആ ഒരു ടൈമിൽ നമ്മൾ തുടക്കത്തിലെ അത്രയും പൈസ കളഞ്ഞിട്ട് നമ്മൾ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതിൽ കാണിച്ചാൽ മതിയല്ലോ. നമ്മുടെ ആർഭാടം കാണിക്കാൻ അത്ര വലിയ പൈസ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. എന്തിനാണ് വെറുതെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഒരുപാട് കടബാധ്യതയാക്കിയിട്ട്, നമ്മൾ അതിന് വേണ്ടിയിട്ടായിരുന്നില്ല ഞാൻ തുടങ്ങിയത്. ഞാൻ ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തിരുത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ സംസാരിച്ച് വോയിസ് ഓവർ കൊടുത്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് മാത്രമായിരുന്നു എന്റെ ഫസ്റ്റിലെ കുറെ ഇത്. പിന്നീടാണ് ഞാൻ മോണിറ്റൈസേഷനെ പറ്റിയിട്ട് അറിയുന്നത് കാര്യങ്ങളൊക്കെ. പിന്നീട് ഞാൻ കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസ്, എനിക്ക് അറിയാവുന്ന കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത ടൈമിൽ കുറെ വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയി. ആ ടൈമിൽ കിട്ടിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞുതരാം. 1000 സബ്സ്ക്രൈബറിനും അതുപോലെ ചാനൽ മോണിറ്റൈസേഷൻ ആയപ്പോഴും എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അത് ഞാൻ ഷെയർ ചെയ്ത ടൈമിലാണ് ആരെങ്കിലും ഒക്കെ എന്നെ ഒന്ന് പരിഗണിക്കാൻ തുടങ്ങിയത്. നമ്മൾ ഈ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യുന്ന ടൈമിൽ ആരും ഒന്നും മൈൻഡ് ആക്കലില്ലായിരുന്നു. ആദ്യത്തെ 1-2 വീഡിയോസിന് ചിലവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിങ്ക് ഇടാൻ തുടങ്ങുമ്പോൾ ആരും മൈൻഡ് പോലും ചെയ്യാറില്ല. എനിക്ക് 2-3 തവണ പേയ്മെന്റ് ഒക്കെ കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി. പിന്നീട് ഡെലിവറി ടൈമിൽ കുറച്ച് കോംപ്ലിക്കേഷൻ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ഒരു സ്മാൾ ബിസിനസ് ഞാൻ കുറച്ച് നാളായി തുടങ്ങിയിട്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തപ്പം സ്റ്റിൽ എനിക്ക് ഇപ്പൊ പാഷൻ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ മൈൻഡ് ആക്കാണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് ചെയ്യലുണ്ട്. ഒരു ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്ത് തുടങ്ങാനുള്ള
ഉണ്ടായ കാര്യങ്ങൾ, അതുപോലെ അതിനകത്തുള്ള പാളിച്ചകൾ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തേക്കാം, ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ. എന്റെ ഒരു കസ്റ്റമർ ആണ്, അപ്പോൾ ആൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വലിയ ആഗ്രഹമാണ്, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പൈസയൊന്നുമില്ല, നല്ല ഫോണ് കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു. നിനക്ക് ഏത് കാര്യത്തിലാണ് താല്പര്യം ആ കാര്യത്തിൽ ലോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത്, അതായത് 1000-2000 മുടക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. കാരണം ഒരുപാട് പൈസ നമ്മൾ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, പതിയെ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നീ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു റിയൽമിയുടെ സെറ്റ് ആണ്, വലിയ ക്ലാരിറ്റി ഇല്ല, ക്ലിയർ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്നതാണ് ആൾ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം അത് മതി, ഉള്ളതിൽ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ച് എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇച്ചിരി ക്ലാരിറ്റി ഒക്കെ കൂട്ടിയിട്ട് ഉള്ളതിൽ വീഡിയോസ് ഒക്കെ ചെയ്തിടൂ, പിന്നീട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഐഫോണും മൈക്കൊക്കെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം എടുത്തിട്ടത്. ഫോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു നോർമൽ ഐഫോൺ ആണ്, പ്രോ സീരീസ് കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ എനിക്കൊരു ഫോൺ വേണമായിരുന്നു. എന്റെ മോൻ താഴെ ഇട്ടിട്ട് ഫോൺ മൊത്തം പൊട്ടിപ്പോയിരുന്നു. സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പൈസ വെച്ചിട്ട് ഞാൻ ഫോൺ മേടിക്കാൻ പോയി. എനിക്ക് ഈ വലിയ ഗാഡ്ജറ്റ്സിനോട് വലിയ ആഡംബര സംഭവത്തിനോട് ഇത്ര ഭ്രമമുള്ള ആളൊന്നുമല്ല. അപ്പൊ ജീവിച്ചു വന്നോണ്ടായിരിക്കും, ഭാവിയിലത്തെ കാര്യം എനിക്ക് അറിയില്ല. അങ്ങനെ ഞാൻ ഫോൺ വാങ്ങിക്കാൻ ഷോപ്പിൽ പോയ ടൈമിൽ അവൻ എന്നെ തിരിച്ച് വീട്ടിൽ പോകുമ്പോ അതുപോലെ ബാക്കി പൈസ, കാരണം ഐഫോണിലുള്ള പൈസ എന്റെ കയ്യിൽ ഇല്ലായിരുന്നു, ബാക്കി പൈസയും കൂടെ അവൻ റെഡിയാക്കി തന്നിട്ടാണ് ഞാൻ ഐഫോൺ വാങ്ങുന്നത്. അവന്റെ നിർബന്ധമാണ് ഞാൻ ഐഫോണിലേക്ക് എത്തിച്ചേരുന്നത്. മൈക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ റീസെന്റ് വാങ്ങിച്ചതാണ്, എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ ഗിഫ്റ്റ് ചെയ്തതാണ്. കാരണം നമ്മൾ മിഡിൽ ക്ലാസ് അല്ലേടാ, അപ്പൊ നമുക്ക് ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ പൈസ ഉണ്ടെങ്കിൽ തന്നെ അത് വാങ്ങാൻ പറ്റാറില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നീണ്ടു പോയി. ഒന്നാമതേ എനിക്ക് വോയിസ് എടുക്കാൻ തന്നെ കുറെ ടേക്ക് ഞങ്ങളൊക്കെ കൂടിയിട്ട് എനിക്ക് ഒട്ടും വോയിസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ അഫോർഡ് ചെയ്യാൻ പറ്റും, ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റുകൊണ്ട് മാത്രമാണ് ഞാൻ അതുപോലും വാങ്ങിച്ചത്. ഞാൻ ഇതാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞല്ല, പക്ഷെ ഇങ്ങനെ തുടങ്ങാൻ മടിച്ച് നിൽക്കുന്നവർക്ക് ഇതൊന്നും ഒരു റീസൺ അല്ല എന്ന് പറഞ്ഞതാണ്. എന്തെങ്കിലും ഒരു സേവിങ്സ് ഒക്കെ ആവുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം, നമുക്ക് ഇഷ്ടത്തിനുള്ള നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് തുടങ്ങാൻ ഗ്രോ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇതൊക്കെ വന്നോളും. അങ്ങനെയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക.